ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ എളുപ്പത്തിൽ നല്ല സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി കാരമൽ പോപ്കോൺ കേട്ടോ. നമ്മുടെ കുട്ടികൾക്കും അതുപോലെ തന്നെ മുതിർന്നവർക്കൊക്കെ ഇഷ്ടമാവുന്ന നല്ലൊരു അടിപൊളി റെസിപ്പിയാണ്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു സിറ്റ വേൾഡ്. അപ്പോൾ നമുക്ക് വേണ്ട മെയിൻ ഇൻഗ്രീഡിയൻറ്റ് നമ്മുടെ ഡ്രൈ പോപ്കോൺ ഉണ്ടല്ലോ, അതൊരു 200 ഗ്രാം എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിലേക്ക് ഒരു 5 ടേബിൾ സ്പൂൺ നമ്മുടെ സൺഫ്ലവർ ഓയിൽ, നിങ്ങൾക്ക് 5 ടേബിൾ സ്പൂണിന് പകരം നിങ്ങൾക്ക് ബട്ടർ വേണമെന്നുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം കേട്ടോ. പിന്നെ അതാ ഇതിലേക്ക് ഒരു 5 ടേബിൾ സ്പൂൺ നമ്മുടെ പഞ്ചസാര, നോർമൽ പഞ്ചസാരയാണ് ഇവിടെ എടുത്തിട്ടുള്ളത് കേട്ടോ. പിന്നെ ഇതിലേക്ക് വേണ്ടത് നമ്മുടെ ബൂസ്റ്റ് പൊടി, അതായത് ഒരു 2 ടേബിൾ സ്പൂണോളം ബൂസ്റ്റ് പൊടി എടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ 5 രൂപയുടെ പാക്കറ്റ് ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു പാക്കറ്റ് മുഴുവൻ എടുക്കുക കേട്ടോ. അപ്പോൾ അതാ ഞാനിവിടെ ഗ്യാസ് ഓൺ ചെയ്തിട്ട് നല്ല അത്യാവശ്യം വലുപ്പമുള്ളൊരു പാത്രം എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാ ഞാൻ അതിലേക്ക് ഒരു 2.5-3 ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് ഞാനിവിടെ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. വെളിച്ചെണ്ണ യൂസ് ചെയ്യരുത്. അപ്പോൾ ഇത് നല്ല രീതിയിൽ ചൂടായതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ച പോപ്കോൺ നമുക്കിതിലേക്ക് ഇട്ടിട്ട് നല്ല രീതിയിൽ ഒരു മിനിറ്റ് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഈ ഒരു ടൈമിൽ ഹൈ ഫ്ലെയിമിൽ വേണം കേട്ടോ അത് വെക്കാൻ. നിങ്ങൾ ലോ ഫ്ലെയിമിലാകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട മെയിൻ കാര്യം, നമ്മുടെ ലോ ഫ്ലെയിമിലാക്കുന്ന ടൈമിൽ നമ്മൾ ലോ ഫ്ലെയിമിലാക്കും വേണം. ഹൈ ഫ്ലെയിമിൽ ചെയ്യേണ്ട സമയത്ത് ഹൈ ഫ്ലെയിമിലും ചെയ്യണം കേട്ടോ. അതാണ് ഈ പോപ്കോൺ ഉണ്ടാക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കേട്ടോ. അപ്പോൾ ഇതാ ഞാനത് ഇളക്കി കൊടുത്തതിന് ശേഷം ഇവിടെ ഒന്ന് അടച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഞാനിവിടെ ഏകദേശം ഇതൊന്നൊരു നമുക്ക് ഓരോന്നത് പൊട്ടുന്ന തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു 5-8 പൊട്ടിക്കഴിഞ്ഞാൽ തീ ഒന്ന് ലോ ഫ്ലെയിമിലേക്ക് മാറ്റണം കേട്ടോ. അപ്പം നമ്മുടെ നല്ല പാത്രമൊക്കെ നല്ല രീതിയിൽ ചൂടായിട്ടുണ്ടാവും. അതുപോലെ തന്നെ നമ്മുടെ കോണും ചൂടായിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ഇതാ ഒരു അത്യാവശ്യം നല്ല രീതിയിൽ പൊട്ടൽ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ തീ ഒന്ന് ലോ ഫ്ലെയിമിലേക്ക് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതൊന്ന് ഇതുപോലെ നമുക്കൊന്ന് ഇടയ്ക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് അടിയിലുള്ള മുകളിലേക്ക് വന്നിട്ട് നമുക്ക് മുഴുവനാവും പൊട്ടി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെന്നുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്കും ഷെയറൊക്കെ ഒന്ന് ചെയ്യണം കേട്ടോ. പിന്നെ അതുപോലെ തന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാം ID നിങ്ങൾ ഫോളോ ചെയ്യാത്തവരാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് ഫോളോ ചെയ്യണം കേട്ടോ. സിറ്റ വേൾഡ് തന്നെയാണ് നെയിം. ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ നല്ല രീതിയിൽ ഇത് പൊട്ടൽ തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു പാത്രം ഞാൻ വാങ്ങിയിട്ടുള്ളത് മീഷോയിൽ നിന്നാണ് കേട്ടോ. ഈ പാത്രത്തിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ അതും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. നല്ല അടിപൊളി പാത്രമാണ് കേട്ടോ. ഞാൻ ഒരുപാട് തവണ യൂസ് ചെയ്തിട്ടുള്ളൊരു പാത്രമാണ്. അപ്പോൾ അത് നല്ല രീതിയിൽ പൊട്ടൽ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ കോൺ ഫുള്ള് പൊട്ടി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അവിടെ പോപ്കോൺ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് കാരമൽ ചെയ്യണം. അപ്പോൾ ഇത് നമുക്ക് മറ്റൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ. അപ്പോൾ തീ ഓഫ് ചെയ്യുക. നമ്മുടെ ഇത് മുഴുവൻ പൊട്ടിക്കഴിഞ്ഞാൽ കേട്ടോ. ഇത് കരിയാതെ നിങ്ങൾ കഴിയുന്നത് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഇതാ നല്ല രീതിയിലൊക്കെ റെഡി ആയിട്ടുണ്ട്. ഞാൻ എന്താ മറ്റൊരു ബൗളിലേക്ക് മാറ്റി എടുക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു പോപ്കോൺ. അപ്പം ഞാൻ ആ പാത്രം തന്നെയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. കഴുകിയിട്ടൊന്നുമില്ല. അപ്പോൾ ഞാൻ തീ ഹൈ ഫ്ലെയിമിൽ കത്തിച്ചതിന് ശേഷം അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ച 5 ടേബിൾ സ്പൂൺ പഞ്ചസാര നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ ഒരു പഞ്ചസാര അത്യാവശ്യം നല്ല മധുരമുണ്ട് കേട്ടോ. നിങ്ങൾക്ക് കൂട്ടണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ മധുരമാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു 6 ടേബിൾ സ്പൂണോളം നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാ നമുക്കിതൊന്ന് കാരമൽ ചെയ്തെടുക്കാം. അപ്പം ഞാൻ അതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂണോളം വെള്ളം കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ രീതിയിലാണ് ഞാനിവിടെ കാരമൽ ചെയ്യൽ കേട്ടോ. അപ്പോൾ ഇതാ അത്യാവശ്യം നമ്മൾ മീഡിയം ഫ്ലെയിമിൽ, ഹൈ ഫ്ലെയിമും അല്ല എന്നാൽ ലോ ഫ്ലെയിമിലല്ല എന്നുള്ള രീതിയിൽ ഞാനിവിടെ തീ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ നല്ല രീതിയിൽ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്നായി കിട്ടും, നല്ല കരിയാതെ കിട്ടും ചെയ്യും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു കളർ മാറ്റം വരും. കാരണം നമ്മുടെ പഞ്ചസാര വെള്ളമൊക്കെ ഒന്ന് അലിഞ്ഞതിന് ശേഷം കളർ ചേഞ്ച് വരും കേട്ടോ. നമ്മുടെ ഈ ഒരു പഞ്ചസാര നല്ല രീതിയിൽ കാരമലായി വരുന്ന ഒരു സ്റ്റാർട്ടിങ് ഉണ്ടല്ലോ, ആ ഒരു സമയത്ത് നിങ്ങൾ ലോ ഫ്ലെയിമിലേക്ക് ആക്കിട്ടോ. കണ്ടോ, ഈ ഒരു ടൈം ആകുമ്പോൾ നിങ്ങൾ ഒരു ലോ ഫ്ലെയിമിലേക്ക് മാറ്റിട്ടോ. അപ്പോൾ നമ്മുടെ പഞ്ചസാരയൊക്കെ നല്ല രീതിയിൽ അലിഞ്ഞതിന് ശേഷം കണ്ടോ നിങ്ങൾ കളർ മാറി വരുന്നുണ്ട്. ആ ഒരു സമയത്ത് നിങ്ങൾ ലോ ഫ്ലെയിമിലേക്ക് മാറ്റിട്ടോ. പെട്ടെന്ന് തന്നെ മാറ്റണം. കാരണം ആ സമയത്താകുമ്പോൾ നമുക്ക് കരിഞ്ഞു പോകട്ടോ. കാരണം നമ്മുടെ പാത്രമൊക്കെ നല്ല രീതിയിൽ ചൂടായി നിൽക്കുന്ന ഒരു ടൈമല്ലേ. അപ്പോൾ നല്ല രീതിയിൽ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മളെടുത്ത് വെച്ച, അതായത് നമ്മളെടുത്ത് വെച്ച 2 ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിലും കൂടി ചേർത്തിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഈ ഒരു സമയത്ത് നിങ്ങൾ ലോ ഫ്ലെയിമിൽ വേണം കേട്ടോ, ഹൈ ഫ്ലെയിമിലേക്കൊന്നും ആക്കരുത്. അപ്പോൾ നമുക്ക് കരിഞ്ഞ് പോകും കേട്ടോ. അപ്പോൾ നമ്മുടെ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ആ ഒരു കാരമലും
അതുപോലെ തന്നെ സൺഫ്ലവർ ഓയിലും കൂടി നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കതിലേക്ക് നമ്മൾ ഒരു ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് പിന്നെ നമ്മൾ എടുത്ത് വെച്ച ബൂസ്റ്റ് പൊടിയും കൂടി ചേർത്ത് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഈ ഒരു ടൈം മുതൽ നമ്മൾ മുഴുവൻ ഫാസ്റ്റായിട്ട് ചെയ്യേണ്ട ഒരു പരിപാടിയാണ് കേട്ടോ ഇവിടുന്ന് അങ്ങോട്ട്. അപ്പോൾ അത് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച പോപ്കോൺ ഇതിലേക്ക് കുറേശ്ശെ ചേർത്തിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇത് ഫുള്ള് മിക്സ് ചെയ്തതിന് ശേഷം മാത്രമേ നിങ്ങൾ ഇത് തീ ഓഫ് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. ലോ ഫ്ലെയിമിൽ നിന്ന് കാരണം നമുക്കിത് പെട്ടെന്ന് കോട്ടായി കിട്ടൂലേ, അതുകൊണ്ടാണ് കേട്ടോ. നമുക്ക് മിക്സ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാവും. അപ്പോൾ ഇതാ പെട്ടെന്ന് ചെയ്യുക. ഇതാ ഞാനിവിടെ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അത്യാവശ്യം കുറച്ചും കൂടി വലിപ്പമുള്ള പാത്രം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി മിക്സ് ചെയ്യാൻ നമുക്ക് നല്ല സുഖമായിരിക്കും കേട്ടോ. അപ്പോൾ ഇതാ നല്ല രീതിയിൽ ഇവിടെ ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമുക്കൊന്ന് ചൂടാറണം. നമുക്ക് ചൂടാറിയതിന് ശേഷം നമുക്കിത് ക്യാരമൽ പോപ്കോൺ ഇത് കാരണം ഡ്രൈ ആയി നിൽക്കും, ഒരുപാട് കൂട്ടത്തോടെ നിൽക്കും. അപ്പോൾ നമുക്കൊന്നും പൊടിച്ച് കൊടുക്കാം കേട്ടോ. കൈ കൊണ്ടൊന്ന് തൊട്ട് എടുത്ത് കഴിഞ്ഞാൽ തന്നെ പെട്ടെന്ന് പൊടിഞ്ഞു പോരും. അപ്പോൾ ഇതാ ഞാനിവിടെ ചൂടാറിയതിന് ശേഷം ഒന്ന് ബൗളിലേക്ക്, ഒരു ചെറിയ ചൂടുണ്ട് കേട്ടോ, ഒരു സമയത്ത് ഞാനിവിടെ ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതാ നല്ല കട്ടിയായിട്ട് നിൽക്കുന്ന ഭാഗങ്ങളൊക്കെ ഒന്ന് എടുത്തിട്ട് ചെറിയ രീതിയിൽ ഒന്ന് പൊട്ടിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ക്യാരമൽ പോപ്കോൺ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. നമുക്ക് മറ്റൊരു വീഡിയോ കാണുന്നത് വരെ ബൈ ബൈ, അസ്സലാമു അലൈക്കും, താങ്ക് യു.